ഇത് നമുക്ക് നോ പറയാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അതായത് ദേവിയായിട്ട് തന്നെ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു മാനിഫെസ്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ട്രോളിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ട്രോള് കിട്ടി 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 തഴമ്പിച്ച് മനസ്സിന് ഇനി എന്ത് ട്രോള് അത് ചെയ്യാറുന്നില്ലേ. ദീപ്തി IPS എന്നുള്ള വിളി മാറിയിട്ട് ഇനി കുറച്ചുനാൾ മൂകാംബിക ദേവി എന്ന് വിളി കേൾക്കാറുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറയും, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, ലാലേട്ടൻ ബുക്ക് റിലീസ് ചെയ്തു, എന്താ അല്ലേ. മണ്ണിൽ ഒറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് വളരെ അടിപൊളി സീനാണ്. ഏറ്റവും നല്ല സീൻസിലൊന്നാണ്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, സാറിന്റെ കൂടെ പടം ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ, അപ്പൊ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ, അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇനി ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ കിട്ടുന്ന കാഴ്ചകൾ ഇന്ത്യയിലും ഉണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്ത് നോക്കി, എത്ര സ്ഥലങ്ങളാന്ന് അറിയാം. നമ്മളാണ് സമയത്തിന്റെ ഓണർ, നമ്മളാണ്. സമയമല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. വി ഷുഡ് കൺട്രോൾ ദ ടൈം. ഹായ്, ഹലോ, നമസ്കാരം. RJ സുരാജാണ്. മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന, പിന്നീട് ബിഗ് സ്ക്രീനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച, യാത്രകളെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്ളോഗറാണ്, ആങ്കറാണ്, ആക്ട്രസ്സാണ് ഗായത്രി അരുൺ. നമസ്കാരം. നമസ്കാരം സുരാജ്. അപ്പൊ ഞാനിങ്ങനെ പറയാവുന്ന ഒരു ഓൾറൗണ്ടർ പരിപാടിയാണ്. ഏത് മേഖലയാ ഇല്ലാത്തത്? ഓ, അങ്ങനെ ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. ബിസിനസ്സും ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാമായിട്ട് മുന്നോട്ട് പോവാണ്. എനിവേ, നമ്മളിപ്പോ അമ്മേ മൂകാംബികെ എന്നൊരു സീരിയൽ പുതിയതായിട്ട് സൂര്യ TV-യിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഗായത്രിയുടെ ഒരു തിരിച്ചുവരവ്, ശക്തമായൊരു തിരിച്ചുവരവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ സീരിയലിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാം, രണ്ടാമത് മിനി സ്ക്രീനിലേക്ക് എത്താം, മലയാളികളുടെ സ്വീകരണ മുറിയിൽ ഒരിക്കൽ കൂടി ഞാൻ എത്തും എന്നൊരു ചിന്ത വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രെഡ് മനസ്സിലേക്ക് വന്നത് എപ്പോഴാണ്? പരസ്പരം കഴിഞ്ഞ സമയം മുതൽ ഇതുപോലെ മിനി സ്ക്രീനിലെ സീരിയൽസ് തുടങ്ങുന്ന സമയത്ത് ഒരു പുതിയ സീരിയൽ വരുമ്പം നമുക്ക് കോള് വരുമായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിലും നമ്മൾ ഇനി ചെയ്യുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഞാനൊരു ബ്രേക്ക് എടുത്തിരുന്നു. കാരണം ഒരുപാട് പ്രോജക്റ്റ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു പരസ്പരം ഒന്നുകൊണ്ട് മാത്രം. അപ്പം ലൈഫ് ടൈമിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവരും ഇപ്പോഴും ഓർത്തിരിക്കുന്നതും ആ ക്യാരക്ടർ തന്നെയാണ്, ദീപ്തി എന്നുള്ള ക്യാരക്ടർ. ഇവൻ മൂകാംബിക നിൽക്കുമ്പോൾ പോലും, മൂകാംബിക ദേവിയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ പോലും ആൾക്കാർ വന്നിട്ട് ദീപ്തി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ആളുകളുടെ മനസ്സിലുള്ളതാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്യുമ്പം ആ കിട്ടിയ സ്നേഹമൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പിന്നെ വന്നില്ല. അതിന് ഇത്രയും ഒരു സമയം എടുത്തു. ഇത് നമുക്ക് നോ പറയാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അതായത് ദേവിയായിട്ട് തന്നെ എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു മാനിഫെസ്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വർഷങ്ങളായിട്ട് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്തൊരു ക്യാരക്ടർ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ദേവിയായിട്ട്. ഇവൻ ഞാൻ ദേവിയുടെ ഫോട്ടോഷൂട്ട്, ദശമഹാവിദ്യ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. സരസ്വതി ദേവിയായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ എപ്പോഴും ഞാൻ പറയായിരുന്നു. ഡാൻസ് പഠിപ്പിക്കുന്ന അബാദുണ്ട്, അബാദിനോട് നമുക്ക് സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം. അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. പക്ഷെ ഇതും ഞാൻ ആദ്യം വേണ്ട എന്ന് വെച്ചതാണ്. കാരണം മറ്റു പല കമ്മിറ്റ്മെന്റ്സിനിടയ്ക്ക് എനിക്ക് സീരിയൽ പറഞ്ഞാൽ നമുക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചതാണ്. പക്ഷെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അതെന്റെ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത് നിയോഗം. അതെ അതെ. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കുന്നു അത് എത്രത്തോളം ഒരു കലാകാരി എന്ന നിലയ്ക്ക് എത്ര ഭാഗ്യമാണത്. തീർച്ചയായിട്ടും. അല്ല, ഈ അമ്മേ മൂകാംബിക എന്നൊരു സീരിയലിന്റെ ഒരു വലിയ പ്രത്യേകത ഒരു ഭക്തിമയമായിട്ടുള്ള, ഭക്തിസാന്ദ്രമായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ആ ചേർച്ചയുണ്ട് ദേവിയൊക്കെയായിട്ട് ഇങ്ങനെ കൊടുത്ത് വരുമ്പോൾ. ഇനി ബാക്കി അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഓക്കെ, എനിവേ, അപ്പോൾ ഈ ഒരു കഥാപാത്രമാകാനായിട്ട് എന്തൊക്കെ ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ തിരഞ്ഞെടുപ്പുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ്, കുറച്ചൊന്ന് നമ്മുടേതായ ഒരു ഹോംവർക്കുകൾ നടത്തിയിരുന്നു. ഒന്നുമില്ല, എന്തൊക്കെയാണ് അതിന്റെ മിത്തോളജിക്കലി എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്, ജ്യോതിർലിംഗം, അതില് 3 ഭാവങ്ങൾ, ദേവിയുടെ 3 ഭാവങ്ങളെ കുറിച്ച് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്ത കുറെ കാര്യങ്ങൾ, ഇതെല്ലാം അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു.
അതൊക്കെ തന്നെയാണ് ചെയ്തൊരു ഹോംവർക്ക് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫിസിക്കലി ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു ഗ്രേസ് ഒന്ന് കിട്ടണമെന്നില്ല. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് അങ്ങനത്തെ ഷാർപ്പ് ഫീച്ചേഴ്സ് ഉണ്ടോ, എനിക്ക് ദേവി ആയിട്ട് മാറാനുള്ള ഒരു ഫേസ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി ഉണ്ടായിരുന്ന ഒരു ഇന്റേണൽ ഡൗട്ട്സ് ആണ് അതൊക്കെ. അപ്പൊ ഞാനത് എപ്പോഴും വിചാരിക്കായിരുന്നു, ഞാൻ എങ്ങനെയാണ് അത് ദേവിയായിട്ടൊക്കെ ഗെറ്റപ്പിൽ വരുമ്പം ആൾക്കാർക്ക് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് കോമഡി ആവോ, ട്രോളിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ട്രോള് കിട്ടി തഴമ്പിച്ച് മനസ്സിന് ഇനി എന്ത് ട്രോള് വരാം, ഇനി എന്ത് അതിൽ എനിക്ക് പേടിയായില്ല. അതല്ല, നമുക്ക് തന്നെ ഒരു സന്തോഷം വരണ്ടേ ഒരു ക്യാരക്ടർ. ഇപ്പൊ എനിക്ക് പോലീസ് ക്യാരക്ടറിൽ ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ആ വേഷത്തിൽ വരുമ്പോൾ എനിക്ക് തന്നെ ഒരു പവർ ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് തന്നെ കൺവിൻസ്ഡ് ആയിരുന്നു. ആദ്യം നമ്മൾ കൺവിൻസ്ഡ് ആവണം, എങ്കിൽ മാത്രമേ നമുക്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ആക്ടർ എന്ന നിലയിൽ. അപ്പൊ എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ ഞാൻ മൂകാംബികയിൽ ചെന്ന് നമ്മുടെ ഫസ്റ്റ് ഷൂട്ടിന് വേണ്ടി റെഡിയായി. അപ്പൊ അതില് ദേവിയായിട്ടല്ല, വിദ്യാമ്മ എന്നുള്ള ക്യാരക്ടറാണ്. അതിന് ഒരു ദേവി ചൈതന്യമുള്ള ഒരു ക്യാരക്ടർ, അത്രയേ ഉള്ളൂ. നമ്മുടെ ഹ്യൂമൻ ഫോം തന്നെയാണ്, ഒരു മനുഷ്യ നോർമൽ ഒരു ലേഡിയാണ്. പക്ഷെ ആ വേഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവര്, മൂകാംബിക എനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവര്, കർണാടകയിൽ നിന്നുള്ളവര്, മലയാളികൾ ഓഫ്കോഴ്സ് ദീപ്തി എന്ന് പറഞ്ഞു വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. അല്ലാത്ത ആളുകള്, ഈവൻ നമ്മള് ക്യാമറയൊക്കെ വേറെ സ്ഥലത്തും ഞാൻ വേറെ സ്ഥലത്ത് വെറുതെ കസേരയിൽ ഇരിക്കുമ്പോ വരെ വന്നിട്ട് നിങ്ങൾ ആരാ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, മഹാലക്ഷ്മി മാ ജയ്സയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര്. അപ്പൊ ഞാനും എനിക്ക് ഒരു നമുക്കതൊക്കെ. അപ്പൊ ഞാൻ ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, ഇത് ഈ സ്ഥലത്ത് നിൽക്കുന്നതിന്റെ ഒരു എനർജിയും ഗ്രേസും ഒക്കെയാണ്. ഒരിക്കലും നമ്മൾ മേക്കപ്പ് ചെയ്തത് കൊണ്ടൊന്നും നമുക്ക് ആ ഒരു ഗ്രേസ് കിട്ടണമെന്നില്ല. അത് അവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. അതൊരു പോസിറ്റീവ് ഏരിയ ആണത്. അയ്യോ, അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറൊരു വേറൊരു ഫീലാണ് അല്ലേ. മൂകാംബികയിൽ അങ്ങനെ എപ്പോഴും എത്താൻ പറ്റുന്ന ഒരു ഇടം കൂടിയല്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പോലെ തന്നെ മൂകാംബിക അമ്മ വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലും ചില യാത്ര മുടങ്ങി പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയും മൂകാംബിക, തിരുപ്പതി ഒക്കെ അങ്ങനത്തെ സ്ഥാനങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ അതിനൊരു നിയോഗം, അവിടെ നിന്ന് വിളി വരണം എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ തന്നെ മൂകാംബിയെ പോകണമെന്ന് വിചാരിച്ചിട്ട് പറ്റാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ 10 ദിവസത്തോളം ഫ്രീ ആയിട്ട് നമ്മുടെ സ്വന്തം സ്ഥലം പോലെ. അപ്പൊ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ മൂകാംബിയയില് എത്ര തവണ ദേവിയെ പോയി കാണാൻ പറ്റുന്നു. അതൊക്കെ ഒരു നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഭക്തിയോടുകൂടി എപ്പോഴും സ്മരിക്കുന്ന മൂകാംബിക അമ്മയാണ് പോർട്രേ ചെയ്യപ്പെടുന്നത് ഈ സീരിയലിൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആസ് എ ഒരു ആക്ട്രസ് അതിൻ്റെ ഒരു ഭംഗി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവേശം എങ്ങനെയാണ്? അതാണ്, ചില സീനുകൾ ചെയ്യുമ്പം ചില ഡയലോഗ്സ് പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരും, എനിക്ക് തന്നെ. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല അത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അത് അവിടെ ആയതുകൊണ്ട് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആ വേഷം ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പം ഈ ഇടയ്ക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിനും ആ സമയത്ത് ആ കിരീടം വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അറിഞ്ഞൂടെ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഭക്തയും കൂടെ ആവുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അല്ല, നമ്മളുടെ ഒരു വിശ്വാസങ്ങളും കൂടി കണക്ട് ചെയ്യപ്പെടുമ്പോഴല്ലേ അതിന്റെ ഒരു മനോഹാരിത കൂടുന്നത്. തീർച്ചയായിട്ടും അതെ. അല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ മെന്റലി നമ്മൾ വളരെയധികം ഭക്തിയോട് ഈവൻ മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ലളിതാ സഹസ്രനാമം കേട്ടോണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വ്രതമൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അവിടെ പോകുന്നത്. അതിലൊക്കെ അതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ എന്തിനാണ് അങ്ങനെ വ്രതം എടുത്ത് ചെയ്യുന്നതൊക്കെ. പക്ഷെ അത് എന്റെ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ കൺവിൻസ്ഡ് ആവണം. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ ആ എനർജി ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ആ ദൈവികത എന്റെ ഉള്ളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കാണുന്നവർക്ക് ഓക്കെ ദൈവിയായിട്ട് എന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സീരിയൽ അമ്മയും മൂകാംബിക സൂര്യ TV-യിൽ എന്ന് മുതലാണ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്? അതിന്റെ ഒരു സമയം, കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറയാം. സൂര്യ TV-യിൽ November 24 മുതൽ എല്ലാ ദിവസവും മൺഡേ ടു സൺഡേ രാത്രി 8:30-ക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വലിയ ശക്തമായ കഥാപാത്രമായിട്ട് വീണ്ടും സൂര്യ TV-യിലേക്ക് എത്തുകയാണ്. അപ്പോൾ സൂര്യ TV ആയിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? സൂര്യ TV-യിൽ മുമ്പ് ഞാൻ ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൂര്യ TV ആയിട്ടുള്ള ബന്ധം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഒരു സീരിയലായിട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പ്രോഗ്രാംസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
നമ്മളൊക്കെ കണ്ടു വളർന്ന ചാനലല്ലേ, സൂര്യയിലെ തന്നെ പല ചാനൽസിലൂടെയും നമുക്ക് നമ്മൾ സൂര്യയായിട്ട് വളരെ അടുപ്പം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് സൂര്യയിൽ തന്നെ ഇത് വരുന്നതിൽ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നൊരു പരിപാടിയല്ല ഈ മിനി സ്ക്രീനിലൊക്കെ ഒരുപാട് വർഷം ഒരു കഥാപാത്രം ചെയ്തിട്ട് അതിലൂടെ അറിയപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ദീപ്തി IPS എന്ന് പറയുന്ന ഒരു പോലീസ് കഥാപാത്രം അത്രത്തോളം മലയാളി പ്രേക്ഷക ഹൃദയങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ എവിടെ പോയി കഴിഞ്ഞാലും ദേ ദീപ്തി എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പക്ഷേ ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു കഥാപാത്രം ചെയ്താലും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് ഇത്. അതായത് ദീപ്തി ഇപ്പൊ അടുത്തത് ദേവി, രണ്ട് എക്സ്ട്രീമാണ്, രണ്ട് ലെവലിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അത് ഞാൻ നേരത്തെ സിറാജിനോട് പറഞ്ഞില്ല, ഞാനിത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഒരു കോയിൻസിഡൻസ് പോലെയാണ് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന എന്നെ സ്പിരിച്വലി ഞാൻ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സീരിയലിൽ നിന്ന് കോള് വന്നിരുന്നോ? ഞാൻ പറഞ്ഞു വന്നിരുന്നു. പിന്നെ എന്താ അത് ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ നോർമലി എല്ലാ സീരിയൽസും ഇപ്പം തൽക്കാലം വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ വേറെ ഒന്നും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. കാരണം ഇപ്പം അതിന് കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സമയക്കുറവുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു, അത് ചെയ്യാറുന്നില്ലേ, ദീപ്തി IPS എന്നുള്ള വിളി മാറിയിട്ട് ഇനി കുറച്ച് നാൾ മൂകാംബിക ദേവി എന്ന് വിളി കേൾക്കാറുന്നല്ലോ എന്ന് പറഞ്ഞു. ആളുകൾ ദേവി എന്ന് വിളിക്കായിരുന്നു. അപ്പം സത്യത്തിൽ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം ആളുകൾക്ക് ഇഷ്ടമാകും എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഞാൻ കൺവിൻസ്ഡ് ആണ് ആസ് വിദ്യാമ ആസ് മൂകാംബിക ദേവി. അപ്പൊ അത് ആൾക്കാരും അത് അങ്ങനെ തന്നെ കാണും എന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചു മൂകാംബിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫീൽ പ്രത്യേകതയാണ്. അപ്പോൾ മൂകാംബിയിൽ വെച്ച് തന്നെയാണ് ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, വിദ്യാമയുടെ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ 2 സ്കെഡ്യൂൾ കഴിഞ്ഞല്ലോ. അപ്പോൾ അത് എത്രത്തോളം വളരെ പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്? അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആ പ്രിമൈസസിൽ ആയതിന്റെ ഒരു എനർജി എനിക്ക് ഫസ്റ്റ് സ്കെഡ്യൂളിൽ തന്നെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ പോലും നമ്മുടെ അടുത്ത് വന്ന് എന്റെ തൊട്ടൊക്കെ തൊഴുതു ആൾക്കാർ. സത്യമായിട്ടും അത് പറഞ്ഞ ചിലപ്പോൾ ഈ പറഞ്ഞ ട്രോൾസ് വരും, പക്ഷെ വന്ന് ഫോട്ടോ എടുത്തിട്ട് എന്നെ വന്ന് തൊട്ടു കൊടുത്തിട്ട്, അത് നമ്മൾ ദേവി രൂപത്തിൽ നിൽക്കുമ്പോൾ ഓക്കെ, അതല്ലാതെ ഒരു ദിവസം നോർമൽ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ദേവിയുടെ ബ്ലെസ്സിങ് ആണ്. അത് എനിക്ക് ഫസ്റ്റ് അവിടെ ഞാൻ തൊഴാനായിട്ട് അവിടെ ഇവൻ മേക്കപ്പിനൊക്കെ മുമ്പ് രാവിലെ തൊഴാനായിട്ട് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു അടിക എന്നെ ആ ക്രൗഡിന്റെ ഇടയ്ക്ക് നിന്ന് പ്രത്യേകം വിളിച്ചു. അപ്പൊ ഞാൻ നോർമൽ ഡ്രസ്സിലാണ്, ഞാനൊന്ന് ദേവിയുടെ അടുത്ത് പോയിട്ട്, ദേവി ഞാൻ ദേവിയായിട്ട് അവിടുത്തെ വേഷത്തില് അഭിനയിക്കാൻ പോവാണ്, ബ്ലെസ്സിങ്സ് വേണം എന്നുള്ള രീതിയിൽ ദേവിയുടെ അടുത്തേക്ക് ചെന്നതാണ് പ്രാർത്ഥിക്കാൻ. അപ്പം ആ കൂട്ടത്തിൽ നിന്ന് ഒരു അടിക എന്നെ വിളിച്ച് മാറ്റി നിർത്തി പ്രാർത്ഥിപ്പിച്ച് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി സ്പെഷ്യലായിട്ട് തൊഴുത്. അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോ തുടങ്ങാം. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സ് എനിക്ക് ഓരോ സമയത്ത് ഇപ്പൊ 2 പ്രാവശ്യം നമ്മളവിടെ 2 സ്കെഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ 2 തവണയും നമുക്ക് അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് എനിക്ക് അവിടെ ഉണ്ടായി. ശരി, ദീപ്തി IPS എന്ന് പറയുന്ന കഥാപാത്രം സംസാരിക്കുന്നത് കുറച്ചും കൂടി ബോൾഡ് ആയിട്ടാണ്, കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയാം, നമ്മൾ കുറച്ച് മോഡേൺ കഥാപാത്രമാണ്. ദേവി അങ്ങനെയല്ല, ദേവിക്ക് ഒരു ഭാഷയുണ്ട്, മലയാളികളുടെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആചാരങ്ങളുടെ ഭാഗമായിട്ട് സംസാരിക്കുന്ന ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പിന്തുടർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പിന്തുടരുമ്പോഴുണ്ടാകുന്ന ഒരു ചലഞ്ച് എന്തൊക്കെയായിരുന്നു? അതിൽ വിദ്യാമ്മ എന്നുള്ള ക്യാരക്ടറാണ്. വിദ്യാമ്മ വളരെ നോളജബിൾ ആയിട്ടുള്ള, വളരെ ഡിവൈൻ ഒരു എനർജി ഉള്ള, എല്ലാത്തിനെ പറ്റി നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമുക്കൊരു ആസ്ട്രോളജി അറിയാവുന്ന ആളാണോ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കും. അപ്പം പലർക്കും വിദ്യാമ്മ എന്നുള്ള ക്യാരക്ടർ ദേവിയാണോ എന്നുള്ള ഡൗട്ടുള്ള അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് വിദ്യാമ്മ. അപ്പൊ വിദ്യാമ്മയുടെ ഭാഷയും കുറച്ച് അത്ര നോർമൽ അല്ല. വിദ്യാമ്മ എപ്പോഴും അഡ്വൈസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ സ്ക്രിപ്റ്റിൽ ഞാൻ പറയും, ചേട്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അസോസിയേറ്റ് പറയും, ഓക്കെ പറഞ്ഞോളൂ. അത് കാരണം എനിക്കങ്ങനെ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നത് അങ്ങനെ പറയാം എന്നുള്ള. അപ്പൊ പുള്ളി അത് ഓക്കെയും പറയും. ഈവൻ ഡയറക്ടർ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പരസ്പരത്തിൽ വർക്ക് ചെയ്ത്, അപ്പം നമ്മുടെ സജഷൻസ് അവര് കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഷ തീർച്ചയായിട്ടും കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഒരിക്കലും നമുക്ക് നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ പൊതുവേ സീരിയൽ ലാംഗ്വേജിന് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സീരിയലിൽ നിന്നും സിനിമയിലേക്ക്, ഈ സിനിമ തന്നെയായിരുന്നോ താങ്കളുടെ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു എയിം എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു? പക്ഷെ സീരിയലിൽ അപ്പോൾ ഇത്രത്തോളം വർഷം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് സിനിമ മാറിപ്പോയതായിട്ട് തോന്നിയോ, അല്ലെങ്കിൽ ചേസ് ചെയ്ത് പിടിച്ചതാണോ, എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? എനിക്ക് അഭിനയിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിനിമ സീരിയൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഞാൻ FM
മേഖലയിലായിരുന്നു, മീഡിയയിൽ തന്നെയായിരുന്നു. അപ്പൊ ആ മീഡിയയിലൊക്കെ കുറച്ചാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇതല്ല ചെയ്യണ്ടേ, ഞാൻ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട്, എനിക്ക് വളരെ ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് ലക്കിലി ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്കൊരു ഓഫർ വരുന്നത് സീരിയലിലേക്കാണത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്വിച്ച് ചെയ്തു അങ്ങോട്ടേക്ക്, ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ട് പോയി. പിന്നെ സത്യത്തിൽ ആ സമയങ്ങളിൽ പരസ്പരത്തിന്റെ തുടക്കത്തിൽ അത് ഹിറ്റായിരുന്ന സമയത്ത് എനിക്ക് സിനിമയിൽ നിന്ന് വളരെ നല്ല, അതായത് ഇപ്പം വരുന്നത് പോലത്തെ വേഷങ്ങളെല്ലാം നായിക കഥാപാത്രങ്ങൾ തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പ്രയോറിറ്റി നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അതിനെനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലത്തെ പോപ്പുലാരിറ്റിയും അക്സെപ്റ്റൻസും ഒക്കെ കിട്ടി നിൽക്കുമ്പം എനിക്ക് പിന്നെ ഞാൻ ഓക്കെ സിനിമ ചെയ്യണം, അത് ആ മേഖല ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചില്ല ഞാൻ. അതുകൊണ്ട് കാരണം എനിക്ക് പോകാനും പറ്റില്ലായിരുന്നു, കാരണം 20 ഡേയ്സോളം ഞാൻ അവിടെ കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അത് നിർത്തി, ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിർത്തി സിനിമയിലേക്ക് പോകാൻ അന്ന് ശ്രമിച്ചില്ല. അതൊരു റോങ് ഡിസിഷൻ ആയിട്ടും എനിക്ക് തോന്നുന്നില്ല. ശരി, മമ്മൂക്കയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വണ്ണില്ലേ പറയൂ. ഈ മൂകാംബിക പോകുമ്പോൾ എനർജി എന്ന് പറയുന്ന പോലെയാണ്, മമ്മൂക്കയുടെയും ലാലേട്ടന്റെ ഒക്കെ അടുത്ത് നമുക്കൊരു വേറെ എനർജി ഫീൽ ചെയ്യും. അപ്പൊ ആ എനർജി നമ്മളേക്കും കൂടെ പാസ് ഓൺ ചെയ്യും അവരുടെ കൂടെ ചെയ്യുമ്പോൾ. അത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ലെജൻസിന്റെ കൂടെയൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറയും, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, ലാലേട്ടൻ ബുക്ക് റിലീസ് ചെയ്തു, എന്താ അല്ലേ റിയാലിറ്റി പറയുന്ന പോലെ, എന്താ അല്ലേ സലിംകുമാരന്റെ ട്രോള് പോലെ. അപ്പം അത് നമ്മള് ഇതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ തന്നെ ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്, എന്തോ ഒരു നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതായത് അവരുടെ സിനിമകൾ കാണുമ്പോൾ ഒന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ തന്നെ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. വീണ്ടും ഒരു മമ്മൂക്ക ചിത്രം കളങ്കാവ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമുള്ള മമ്മൂക്ക ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ബ്രഹ്മയുഗത്തിനൊക്കെ അവാർഡ് കിട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് മമ്മൂക്ക ചിത്രം വരുന്നത്. അത് തീർച്ചയായിട്ടും അതും ലൈഫിലേക്ക് ഒരു തിരിച്ചുവരവ്, പിന്നെ അതുപോലെ ബിഗ് സ്ക്രീനിലേക്ക് ഒരു തിരിച്ചുവരവ്, മലയാളികൾ ഇങ്ങനെ കൊണ്ടാടാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പറയാം കളങ്കാവിനെ കുറിച്ച് എന്താണ്, എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? വീണ്ടും ഇതുപോലെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ആ മൂവിയിലേക്ക് ഒരു കോള് വന്നത്. അപ്പോഴും എനിക്ക് വണ്ണില് ഞാനിപ്പോഴും പറയും, ബാദുക്ക വിളിച്ചിട്ട് മമ്മൂക്കയുടെ പടാന്ന് പറഞ്ഞപ്പോ എന്താ ആരാ എനിക്ക് തന്നെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇതിലേക്ക് വന്നപ്പോഴും. ഇത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിലൊരു പ്രോമിനന്റ് ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതിനെ പറ്റി കൂടുതൽ സ്പോയിലറും കാര്യങ്ങളൊക്കെ വരും, പിന്നെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഒന്നും പറയാം, ഞങ്ങൾ തിയേറ്ററിൽ കണ്ടോളാം. എങ്കിലും ബേസ് ഒരു പരിപാടി അല്ല, ഇതിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ, കാരണം ആ ക്യാരക്ടേഴ്സിനെ പറ്റി ഒന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അതിനകത്തെ ഫീമെയിൽ ക്യാരക്ടർ ഒന്നും റിവീൽ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാരക്ടറിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വണ്ണിനേക്കാൾ കൂടുതൽ എനിക്ക് മമ്മൂക്കയായിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു. പ്രസൻസ് കുറച്ചുകൂടെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സീൻസ് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടായിരുന്നു. വണ്ണിൽ ഒറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് വളരെ അടിപൊളി സീനാണ്, ഏറ്റവും നല്ല സീൻസിൽ ഒന്നാണ്. ആ സീൻസ് മാത്രമായിട്ട് ഇപ്പോഴും യൂട്യൂബിൽ തീർച്ചയായിട്ടും. അപ്പം അത്, പക്ഷെ അതിലും കൂടുതൽ എനിക്ക് അദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. വീണ്ടും കണ്ടപ്പോൾ മമ്മൂക്ക എന്ത് പറഞ്ഞു? നമുക്ക് എന്താണ് നെയിലിറ്റിനെ പറ്റിയൊക്കെ ചോദിച്ചു. ബിസിനസ്സുകാരി. ആൻഡ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുത്ത്, വായന, ഇതൊക്കെ എന്ന് മുതൽ തുടങ്ങിയ ശീലങ്ങളാണ് ലൈഫിൽ? വായനയുണ്ട്. എഴുത്ത് ആക്ച്വലി ഞാൻ സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ മത്സരങ്ങളിലോ സാഹിത്യ മത്സരങ്ങളുടെ അടുത്ത് പോലും പോകാത്ത ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും ആർട്ട്, ഡാൻസും, മോണോ ആക്ട്, മിമിക്രി, അങ്ങനെ ഡ്രാമ, അതിലൊക്കെ ആയിരുന്നു ആക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ കോളേജ് ടൈമിലും സ്കൂൾ ടൈമിലും ഞാൻ സ്ക്രിപ്റ്റ് എഴുതായിരുന്നു. ഈവൻ നമ്മൾ സ്കൂളിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞാൻ ഡ്രാമയ്ക്കൊക്കെ സ്വന്തമായി സ്ക്രിപ്റ്റ്, അത് ആക്ച്വലി ഒരു ലിറ്ററേച്ചർ ആണല്ലോ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആണ്. പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മൾ എവിടുന്ന് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് കുറെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാൻ അവതരിപ്പിക്കായിരുന്നു. അപ്പം ഉള്ളിലുണ്ടായിരുന്നു, അത് കറക്റ്റ് സമയമായപ്പോഴാണ് അതൊരു പുറത്തേക്ക് വന്നത്. നമ്മളൊരു സീരിയസ് ആയിട്ട്, അതും ആദ്യത്തെ എഴുത്ത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അച്ചപ്പം കഥകൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഇത് എഴുതിയത് വെറുതെ തമാശയ്ക്ക് അച്ഛനെ കളിയാക്കാൻ വേണ്ടി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അച്ഛനെ പറ്റിയൊരു അബദ്ധമാണ് അതിനകത്ത് സബ്ജക്ട്. പക്ഷെ പിന്നീടാണ് അത് കൂടുതൽ എഴുതുകയും അതൊരു ബുക്കാക്കും. അച്ചപ്പം എന്നുള്ളത് ഞാൻ അച്ഛനെ വിളിക്കുന്ന പേരാ. അച്ഛനെ ഞാൻ അച്ചപ്പം എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അച്ചപ്പത്തിന് പറ്റുന്ന കുറെ അബദ്ധങ്ങളും അച്ഛനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊക്കെയാണ്. അത് അച്ഛന്റെ മരണശേഷം ഫസ്റ്റ് അച്ഛന്റെ ആദ്യത്തെ ചരമവാർഷികത്തിനാണ് അത് ഇറങ്ങുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന്റെ കവർ തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലാലേട്ടനാണ് ഇരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റയിൽ ഏറ്റവും ആദ്യത്തെ പോസ്റ്റ് അത് തന്നെയാണ് കാണാനായിട്ട്. എങ്ങനെയാണ് ലാലേട്ടനിലേക്ക് എത്തിയത്?
ലാലേട്ടൻ്റെ അടുത്ത് ഞാനൊരു പടം ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു യോഗിനീസിനെ പറ്റിയിട്ട്. അപ്പൊ ഒരിക്കൽ ഞാനും ലാലേട്ടനും ഒരു ട്രസ്റ്റില് അദ്ദേഹം അതിന്റെ പേട്രനും ഋതംഭര എന്ന് പറഞ്ഞിട്ട് ഒരു എക്കോ സ്പിരിച്വൽ കമ്മ്യൂൺ ഉണ്ട് വാഗമൺ. അപ്പൊ ലാലേട്ടൻ അതിന്റെ പേട്രനും ഞാൻ അതിൽ ട്രസ്റ്റിയാണ്. അപ്പം ആ സമയത്ത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് അദ്ദേഹത്തിനോട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നൊരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് അദ്ദേഹം ഈ കാര്യം പറയുകയും ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതിനോടുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞാനിങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ബുക്കിനെ പറ്റി പറയും, ഇതിന്റെ റിലീസിനെ പറ്റി. അദ്ദേഹം അത് ചെയ്യാന്ന് സമ്മതിച്ചു. പക്ഷെ കോവിഡ് സമയം ആയതുകൊണ്ട് അദ്ദേഹം ഓൺലൈനായിട്ട് അദ്ദേഹത്തിന്റെ പേജിലൂടെയാണ് അത് റിലീസ് ചെയ്തത്. പക്ഷെ പിന്നീട് ഞാൻ ഋതംഭരയിലുള്ള സമയത്ത് വളരെ അൺപ്ലാൻഡ് ആണ് അദ്ദേഹം വരും എന്നൊന്നും ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിന്റെ അടുത്ത ഷൂട്ടുള്ള സമയത്ത് പെട്ടെന്ന് അവിടെ വരാൻ പ്ലാൻ ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും ബുക്കുണ്ട് കയ്യിൽ. അപ്പൊ ഞാൻ ഈ ഓൺലൈൻ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ എപ്പോഴും പറയായിരുന്നു, ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തുണ്ട് രാമാനന്ദ്, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കായിരുന്നു എന്തെങ്കിലും എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുമോ ലാലേട്ടന് എന്ന്. അപ്പം കറക്റ്റായിട്ട് അദ്ദേഹം അവിടെ വരികയും ഞാൻ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് നേരിട്ട് അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ടാണ് ബുക്ക് നേരിട്ട് കൊടുക്കുന്നത്. വായിച്ചോ പുള്ളി? എങ്ങനെയാ അത്? പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ കോൺവെർസേഷൻ ഉണ്ടായോ? ഏതൊരു ചാപ്റ്ററിനെ പറ്റിയൊക്കെ അദ്ദേഹം അത് കഴിഞ്ഞ് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഒരു സിനിമ വന്നിട്ടില്ല ഒരുമിച്ച് അല്ലേ? സിനിമ വന്നിട്ടില്ല. അത് ഞങ്ങള് ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിൽ അദ്ദേഹത്തിനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, സാറിന്റെ കൂടെ പടം ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പം മമ്മൂക്കയുടെ കൂടെ കളങ്കാവലിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പൊ ലാലേട്ടൻ, അപ്പൊ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നതിന് മുമ്പ് അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ശരി, ഓക്കെ. ആൻഡ് ഒരു റൈഡറാണ് അല്ലേ? അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിച്ച് മലമുകളിലേക്ക് പോയി ഹസ്ബൻഡിന്റെ കൂടെ, വീട്ടിലുള്ള അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഉൾപ്പെടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നു, മലമുകളിൽ താമസിക്കുന്നു. ഭയങ്കര രസമുള്ള പരിപാടികളാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട്, അരുൺ ഭായിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? വളരെ ട്രാവൽ ഫ്രീക്ക് ആണ് ആള്. ഒറ്റയ്ക്ക് ബൈക്കില് കേരള ടു ലഡാക്ക് ഒക്കെ ട്രാവൽ ചെയ്ത ആളാണ്. ഇപ്പൊ ഞങ്ങള് ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ചലോ LOC എന്ന് പറഞ്ഞിട്ട് പെഹൽഗാം അറ്റാക്കിന് ശേഷം ബുള്ളറ്റ്സ് അഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 26 ബുള്ളറ്റുകളാണ് അവിടെ, 26 ജീവനുകളാണ് പെഹൽഗാമിൽ പോയത്. ഇവിടുന്ന് സിംബോളിക്കലി 26 ബുള്ളറ്റിൽ ഒരു 53 പേര് ഇവിടുന്ന് കാലടിയിൽ നിന്ന് ശ്രീ ശങ്കരാചാര്യരുടെ മണ്ണിൽ നിന്ന് അവിടെ ചലോ LOC വരെ പോയി, ലൈൻ ഓഫ് കൺട്രോൾ വരെ ട്രാവൽ ചെയ്തു ബൈക്കിൽ. അതിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ജോയിൻ ചെയ്തു കാശ്മീരിൽ നിന്ന്. എനിക്കിവിടെ ഷൂട്ടുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ ശ്രീനഗറിൽ നിന്ന് ജോയിൻ ചെയ്തു. ഞാനും LOC വരെ ട്രാവൽ ചെയ്തു. LOC നമ്മൾ ഒന്ന് എന്ന് വിളിച്ചാൽ അവിടെ പാകിസ്ഥാനിൽ നിന്ന് എന്തോ എന്ന് വിളിയേക്കും, അത്ര അടുത്താണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ വരെ നമ്മൾ എത്തി. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ മിക്ക യാത്രകളിലും മോളെയും കൂടെ കൊണ്ടുപോകും. ഞങ്ങൾ അങ്ങനെ ഒരു വണ്ടിയിൽ കാറിൽ ഞങ്ങൾ ഇങ്ങനെ പോയൊരു ട്രിപ്പിലാണ്. ഈ പറഞ്ഞ പോർട്ടബിൾ ക്ലോസറ്റ് ഒക്കെ കൊണ്ടുപോയി ടെന്റൊക്കെ ആയിട്ട് ഞങ്ങൾ അത് മോളും ഒരു 14 ദിവസം യാത്രയായിരുന്നു. സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ യാത്രകൾ ചെയ്യുന്ന രണ്ടുപേരാണെങ്കിൽ കൂടി അത്രമേൽ ഇഷ്ടപ്പെടണമല്ലോ. അല്ലെങ്കിൽ ഒരു പരിധി ചെയ്യുമ്പോൾ യോ നടുവേദന, യോ പുറം വേദന എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയിലേക്കൊക്കെ മാറിയിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കൂടി ഒരു പരിവാവും തിരിച്ചു വരുമ്പോൾ. നിങ്ങൾ പക്ഷെ അങ്ങനെയല്ല, ഓരോ യാത്രയും ഓരോ മൊമെന്റ് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഗായത്രി ഇതിന് മുൻപ് അദ്ദേഹം മാരേജിന് മുൻപ് ഈ പറഞ്ഞ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു? നിങ്ങൾ റൈഡിങ്, ബുള്ളറ്റ് റൈഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, ചെയ്തിരുന്ന ആളാണോ? ഞാൻ അച്ഛൻ്റെ കൂടെ, അച്ഛൻ എവിടെയൊക്കെ പോയാലും ബൈക്കിൽ തന്നെ, അത് ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അച്ഛൻ കഥകളിൽ എഴുതിയിട്ടുണ്ട്, യാത്രയ്ക്കപ്പുറത്തുള്ള എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ഒരുപാട്, അതും എവിടെ നമ്മള് അധികം ദൂരമൊന്നും അല്ല, പക്ഷെ അച്ഛൻ്റെ കൂടെ പോകുന്ന യാത്രകളെല്ലാം എനിക്ക് ഓർമ്മയാണ്. അപ്പൊ അന്നൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. ഇപ്പോഴത്തെ ഇപ്പൊ ഞാൻ പറയും, മോള് 1.5 വയസ്സിൽ അവള് ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ട്. അന്നാണ് ഞാനും കയറുന്നത് ആദ്യമായിട്ട്. അപ്പം ഇന്നത്തെ ജനറേഷന്റെ പോലെയല്ല, അന്നൊക്കെ നമുക്കൊന്ന് ട്രെയിനിൽ കയറാൻ തന്നെ ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ലക്ഷറിയാണ്. അപ്പൊ അങ്ങനെ മോഹിച്ച് കിട്ടിയതാണ് ഇന്നത്തെ ഈ ഒരു ഇന്ന് ചെയ്യുന്ന യാത്രകളെല്ലാം. അത്രയും ആഗ്രഹിച്ച്, കുട്ടിക്കാലം മുതൽ വളരെയധികം ആഗ്രഹിച്ച്, ആ ആഗ്രഹത്തിന്റെ ഒരു സബലീകരണമാണ്, ഒരു ലിവിങ് ഇൻ ദ എന്താ പറയാ ഡ്രീമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കും യാത്രകൾ പോകാറുണ്ട്. ഇപ്പം ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ ഒരു ഋഷികേശിൽ പോയപ്പോൾ ഞാൻ പറയാതെ പോയിട്ട് ബഞ്ചി ജമ്പിങ് ചെയ്തു.
അപ്പോൾ ബഞ്ചി ജമ്പിങ്ങിന്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അരുണോട് അന്ന് അരുണിന്റെ അമ്മയ്ക്കൊക്കെ തല ഇറങ്ങി അത് കണ്ടിട്ട്. അപ്പം അരുണിന്റെ റിലേറ്റീവ്സ് ചോദിച്ചു, സത്യത്തിൽ നിന്റെ ഭാര്യയ്ക്കാണോ നിനക്കാണോ ഭ്രാന്ത്? അപ്പൊ അങ്ങനെ ഞങ്ങള്, പക്ഷെ അരുണിനെ അറിയാം ഞാൻ എങ്ങനെയൊക്കെ പോയി ചെയ്യുന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ അരുൺ ഇതുപോലെ ബൈക്ക് ട്രിപ്പ് പോയപ്പം പലരും ചോദിച്ചു, വൈഫ് ഒന്നും പറഞ്ഞില്ലേ അങ്ങനെ പോയതിന് എന്ന്. ഞങ്ങൾക്കത് അതെ ഇഷ്ടമുള്ള പരിപാടിയാണ്, രണ്ടുപേർക്ക് അറിയാം എങ്ങനെയാണ് രണ്ടുപേരും ഇഷ്ടങ്ങൾ. അതിന് ഏറ്റവും വലിയ കാര്യം. ഇത്രയും യാത്രകൾ ചെയ്ത ആളാണ്. സോ ക്യാൻ യു ഡിഫൈൻ എന്താണ് യാത്ര? ഇന്നലെ എൻ്റെ മോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അമ്മ കടൽ കാണാതെ മരിച്ചുപോയ ആളുകൾ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു പിന്നെ എത്രയോ പേരുണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ചു, ശരിയാണ്, കടൽ കാണാത്ത ആൾക്കാരുണ്ടാവും അല്ലേ, നേരിട്ട് കടൽ കാണാൻ പറ്റാത്ത ആൾക്കാർ, മഞ്ഞ് കാണാത്ത ആൾക്കാർ, ഈവൻ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് അടുത്തൊരു ജില്ലയിലേക്ക് പോലും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആഗ്രഹം ഉണ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരാളെ ഇവിടെ പോയി നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും, അവിടെ പോയാൽ നമുക്ക് അതാണ് എക്സ്പീരിയൻസ്, യാത്ര നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുതരും, ഇതൊന്നുമല്ല. ഓരോ വ്യക്തിക്കും യാത്ര ഡിഫറെൻ്റ് ആണ്, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും യാത്രയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആണ്. ഒരേ സ്ഥലത്തേക്ക് ഡെസ്റ്റിനേഷൻ സെയിം ആയിരിക്കും, എക്സ്പീരിയൻസസ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ എവറി പേഴ്സൺ. അപ്പം നമുക്ക് ഒരാളെയും യാത്രയ്ക്ക് ഒരു ബേസിക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയാൽ അതൊരു വെറുതെ ആയിരിക്കും, വേസ്റ്റ് ഓഫ് എനർജി എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ഉള്ളവരെ അല്ല ഞാൻ പറയുന്നത്, യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. അവിടെ പൈസ ഒരു ബാരിയർ ആയിട്ട് നിങ്ങൾ കാണുക ചെയ്യരുത്. കാരണം ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ചായക്കട നടത്തി രാജ്യങ്ങൾ സഞ്ചരിച്ച് ഭാര്യയും ഭർത്താവും ഉള്ള നാടാണ് നമ്മുടേത്. അപ്പം അവിടെ ഒരിക്കലും ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ലേബർ ഇന്ത്യയുടെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ അത് തരാം, നിങ്ങൾ അത് ചെയ്തിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കി നിങ്ങൾ യാത്ര പോകൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ആദ്യത്തെ യാത്ര പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ലിമിറ്റഡ് മണിയെക്കുറിച്ച് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന യാത്ര ചെയ്യണം എന്ന് ഉള്ളിൽ ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട് ഈസ് എ ജേർണി, അല്ലെങ്കിൽ എന്താണ് ആ യാത്ര നിങ്ങൾക്ക് നൽകുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും പൈസ ഇല്ല അല്ലെങ്കിൽ സമയമില്ല എന്നൊരു എക്സ്ക്യൂസിൽ അത് വേണ്ടെന്ന് വെക്കരുത്. അത് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിന്റെ പകുതിയെ ജീവിച്ചിട്ടുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ക്യാച്ച് ആയി തന്നൊരു പോയിന്റ് ഉണ്ട്, കടൽ കാണാതെ മരിച്ചവരുണ്ടോ അല്ലെ? നമ്മളുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നമ്മളുടെ ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഈവൻ കാട്, കടൽ, ഏറ്റവും അടുത്ത് നമ്മൾ മേഘങ്ങളെ കാണുക, ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? അതൊക്കെ ഒരിക്കലും മിസ് ചെയ്യരുത്. അല്ല ഇപ്പൊ നമ്മളെപ്പോഴും പുറത്തേക്കുള്ള രാജ്യങ്ങളെ കാണാനായിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. സത്യത്തിൽ ആദ്യം കാണേണ്ടത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇനി ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ കിട്ടുന്ന കാഴ്ചകൾ ഇന്ത്യയിലും ഉണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്ത് നോക്കി, എത്ര സ്ഥലങ്ങളാണെന്നറിയോ? നമ്മൾ ഞെട്ടിപ്പോയി, ഇത് ഇവിടെ തന്നെയാണോ എന്ന് വിചാരിക്കും. ഈവൻ വാഗമൺ പോയാൽ വാഗമണ്ണിൽ ഒരു സ്ഥലമുണ്ട്, നമുക്ക് തോന്നും ഇത് വാഗമണ്ണാണോ. കറക്റ്റ് ഒരു വേറൊരു ഒരു ടെറൈനാണ് അവിടെ, വേറൊരു പ്രകൃതിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ വളരെ ഡീപ്പായിട്ട് കേരളത്തിൽ തന്നെ യാത്ര ചെയ്താൽ തന്നെ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് വളരെ വലുത്. അപ്പം നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട. യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ, പക്ഷെ അതിന് മൈൻഡ്ഫുൾ ആയിരിക്കണം. ഓരോ മൊമെന്റും മൈൻഡ്ഫുള്ളി ചെയ്യണം ആ യാത്ര, എന്നാലേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ട്രസ് ആണ്, പിന്നെ ട്രാവൽ ചെയ്യുന്നു, വ്ളോഗ് ചെയ്യുന്നു, ദെൻ റൈഡ് ചെയ്യുന്നു, എല്ലാ പരിപാടിയും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പരസ്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സമയമില്ല, ഒന്നിനും എനിക്ക് സമയം തികയുന്നില്ല എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? പലരുടെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് 24 മണിക്കൂറില്ലേ, 24 മണിക്കൂറിൽ നമ്മൾ എത്ര സമയം വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്ത് തന്നെ കളയുന്നു. അതും എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ 24 hours നമ്മളാണ് സമയത്തിൻ്റെ ഓണർ, നമ്മളാണ്, സമയമല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. വി ഷുഡ് കൺട്രോൾ ദ ടൈം. ഫൈൻ. ഗായത്രി എപ്പോഴും ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടിരിക്കുന്ന ഒരാളാണ്. അതായത് എപ്പോഴും ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി എപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന ഒരാളാണ്. നമ്മളങ്ങനെ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങളൊന്നും കേട്ടില്ല. ട്രോളുകൾ ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്മൈൽ എപ്പോഴും നമ്മളുടെ മുഖത്തുണ്ടാവും. സോ എന്താണ് താങ്കളുടെ ഹാപ്പിനെസ്? ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ എപ്പോഴും ഒരുപാട് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പോളിസി ഉണ്ട്, ഒരുപാട് നെഗറ്റിവിറ്റിയെ പറ്റി സംസാരിക്കാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായാൽ, എല്ലാ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നുള്ളതൊരു സത്യമാണ്. ഈവൻ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യത്തിൽ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രോളാണ്.
പക്ഷെ ആ ട്രോള് ഭയങ്കര നെഗറ്റീവായിരുന്നു. എനിക്കും മെൻ്റലി കുറച്ചൊന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ ആ നെഗറ്റിവിറ്റി ആ ഒരു ക്ലൈമാക്സ് ആയിരിക്കാം ചിലപ്പം ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ നെഗറ്റിവിറ്റിയിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ പോസിറ്റീവ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിഷ്ടമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ചും ഈ ഒരു ഏജിൽ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എനിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു മൈ സെൽഫ്. അപ്പം അത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. അതൊരു പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വേറെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് നമ്മുടെ ഇന്റേണൽ പീസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റരുത്, എഫക്റ്റ് ചെയ്യരുത്. ഒരു ഇന്റേണലി നമ്മളെപ്പോഴും ഡീപ് സീ പോലെ ആയിരിക്കണം. പുറമെ ഭയങ്കര ഇതൊക്കെ ഉണ്ടാവും, വലിയ വലിയ തിരകൾ വരും, പക്ഷെ ഡീപ്പ് ഇൻസൈഡ് അത് എപ്പോഴും ഭയങ്കര ഡീപ് സീ കണ്ടിട്ടില്ലേ, ഭയങ്കര കാം. അപ്പൊ അതുപോലെ ആയിരിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്യുമ്പോഴും നമുക്കറിയാം നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഫോർ അവർ ബോഡി. അതായത് ഒരു ഡയറ്റ് പ്ലാനൊക്കെ എന്താണ് ഗായത്രിയുടെ ഒരു ഡയറ്റ് പ്ലാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഇഷ്ടമുള്ളതൊക്കെ മാറ്റി വെക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എല്ലാം കഴിക്കും. എനിക്ക് ഇഷ്ടമുള്ള മാറ്റി വെച്ചിട്ട് എൻ്റെ ഹാപ്പിനെസ് അതാ. ഞാനതാ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നതാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു, രാത്രി പോയിട്ട് ചിക്കനും ഇതും കഴിച്ചു. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിക്കും. പക്ഷെ എൻ്റെ പ്രൊഫഷൻ ഇതാണ്. അപ്പൊ ഞാൻ എൻ്റെ ബോഡിയാണ് എൻ്റെ ടൂൾ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക്ഔട്ട് പ്രോപ്പർ ആയിട്ടുണ്ട്. കഴിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമുള്ളതാണെങ്കിലും അതിനെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. ഞാൻ മമ്മൂക്കയോട്, ഞങ്ങൾക്ക് ഒരു ദിവസം ഷൂട്ടിന്റെ ഇടയ്ക്ക് ബിരിയാണി ആയിരുന്നു. ഞാൻ പറഞ്ഞു, മമ്മൂക്ക ബിരിയാണി കഴിക്കോ? ഇതാരാണ് ഈ അപവാദമൊക്കെ പറഞ്ഞു? എനിക്കിന്ന് ബിരിയാണിയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്, ഞാൻ ഇന്ന് ബിരിയാണിയാണ് കഴിക്കുന്നത്. വെറുതെ ഓരോ അപവാദമാണ്, ഞാനെല്ലാം കഴിക്കും പറഞ്ഞാൽ ഇഷ്ടമുള്ള എല്ലാം കുറച്ച് കഴിക്കുള്ളൂ. പക്ഷെ നമുക്ക് അതാണ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ വാരി വലിച്ച് കഴിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് കഴിക്കും. അതിന്റെ ടേസ്റ്റ് അറിയാം, ഒന്ന് സന്തോഷിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. എന്താ ഇഷ്ടമുള്ളൊരു ഫുഡ് കോംബോ? എന്താ? ബിരിയാണി തന്നെയാണ്. ബിരിയാണി ചിക്കൻ എന്നല്ല, ബിരിയാണി. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എവിടത്തെ ഒരു ബിരിയാണി കഴിച്ചപ്പോഴാണ് ഒരു വയറും മനസ്സൊക്കെ കുറച്ചുകൂടി നിറഞ്ഞത്? എനിക്ക് ടേസ്റ്റ് ഉണ്ടായാൽ മതി. എനിക്ക് അങ്ങനെ ഇന്നടുത്ത ബിരിയാണി, ഇപ്പൊ കോഴിക്കോട് ബിരിയാണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, തലശ്ശേരി ബിരിയാണി ഇഷ്ടം, ചെന്നൈയില് തമിഴ്നാട്ടിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം, നോർത്തിന്റെ മൊറാദാബാദ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ബിരിയാണി ആണെങ്കിൽ തന്നെ എനിക്ക് അവിടെ ഒരു ഇഷ്ടം വന്നു. പിന്നെ അതിന്റെ ടേസ്റ്റ് ഇന്ന സ്റ്റൈലൊന്നും എന്നെ ബോദർ ചെയ്യുന്നില്ല, അത് ബിരിയാണിയാണോ ഓക്കെ. ഇത്രയും മേഖലകൾ നമ്മൾ കവറപ്പ് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സിനിമയൊക്കെ എഴുതാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഞാൻ കുറെ നാളായിട്ട് എഴുത്ത് പരിപാടി തുടങ്ങിയിട്ട് കുറെ നാളായി. അത് ഓൾമോസ്റ്റ് അതിന്റെ ക്ലൈമാക്സിൽ മാത്രം ഒരു മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അപ്പം അതിനിരിക്കാനൊരു സമയം വീണ്ടും നമ്മൾ ഇരിക്കേണ്ടി വരും. ഡയറക്ഷൻ മോഹം മനസ്സിലുണ്ടോ? അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ സൂര്യ ടിവിയുടെ എല്ലാ പ്രേക്ഷകരോടും, റെഡ് എഫ്എമ്മിന്റെ എല്ലാ പ്രേക്ഷകരോടും എന്താണ് ഈ ഒരു അമ്മേ മൂകാംബികയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ആദ്യമായിട്ടാണ് മൂകാംബിക ദേവിയെ കുറിച്ചിട്ട് ഒരുപാട് സീരിയൽസ് വന്നിട്ടുണ്ട്, ഇതുപോലെ പല പല അമ്പലങ്ങളെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ ഇപ്പം നമശിവായ, അല്ലെങ്കിൽ ഹനുമാൻ, രാമായണം, മഹാഭാരതം ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മൂകാംബിക എന്ന ക്ഷേത്രത്തെ ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ അവിടെ വച്ച് ചെയ്യുന്ന ഒരു സീരിയൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് വളരെയധികം ഹോംവർക്ക് ചെയ്തിട്ടും വളരെയധികം എഫേർട്ട് എടുത്തും സൂര്യ ടി വി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. കൃഷ്ണൻ സേതുകുമാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ, മൂവി മിൽ. അപ്പം അവരും അതിന് വേണ്ടി, ഇപ്പം ഇവൻ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് പോലും ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ടാണ് എഫേർട്ട് എടുത്ത് അത് പർച്ചേസ് ചെയ്തതൊക്കെ. അപ്പം അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവർ ശ്രദ്ധ ചെലുത്തിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് അധികം നാളത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് മിനി സ്ക്രീനിലൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വരാണ്. അപ്പൊ എല്ലാവരും കാണണം. നമുക്ക് ഒരിക്കൽ കൂടി സമയവും ഡേറ്റ് ഒക്കെ ഒന്ന് പറയാം. അതെ, November 24 സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാത്രി 8:30 അമ്മേ മൂകാംബിക.
അപ്പോൾ സീരിയലൊക്കെ കാണുക അല്ലെ, അഭിപ്രായങ്ങൾ പറയുക. അതെ. ഇനി ഗായത്രി എന്ന് പറയുമ്പോൾ ദീപ്തി എന്നതിനപ്പുറത്തേക്ക് മൂകാംബിക അമ്മേ എന്ന് ഓർമ്മ വരട്ടെ. വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. Thank you, അമ്മേ സുരാജ്. മൂകാംബിക എന്ന സീരിയലിനും ഗായത്രിയുടെ ഇനിയുള്ള ലൈഫിനും ഇനിയും ഒരുപാട് മേഖലകൾ എത്തിപ്പിടിക്കട്ടെ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ പോകാൻ കഴിയട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. സുരാജ്, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. കാന്താരയുടെ കാര്യം മെൻഷൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഈ പറയുന്ന ആള് മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പൊ കാന്താര സുരാജ് എന്നാണ് വിളിക്കുന്നത്. സത്യം. അതെ. അപ്പം അത് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു ഗായത്രി, താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമുക്ക് അടുപ്പുള്ള ഒരാളാണ് അതിനകത്ത് പാർട്ടായിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ. അതെ, അതിന് താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് ഓൾ ദി ബെസ്റ്റ്. ഉഷാറാട്ടെ കാര്യങ്ങൾ. താങ്ക് യു. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ബസ്.